പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഉന്നതമായ മേഖലകളിലൊക്കെ വരുന്ന ഏറ്റവും
പൈശാചികമായ നിലപാടാണ് ഈ ഡിപ്ലോമാറ്റിക് സൈലൻസ് എന്ന് പറയും. നയതന്ത്രപരമായ നിശബ്ദത എന്ന് പറയും. വെച്ചാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ മറ്റവരുടെ മുമ്പിൽ നമ്മുടെ നേരെ കൈ ചൂണ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ തെറ്റാണെന്ന് പറയണില്ല, ശരിയാണെന്ന് പറയുന്നില്ല. നമ്മൾ നിശബ്ദത പാലിക്കുന്നു. അങ്ങനെ നിശബ്ദത പാലിക്കാൻ ഭജനത്തിൽ പ്രൊവിഷൻ ഇല്ല. നിങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അവിടെ ഡിപ്ലോമാറ്റിക് സൈലൻസിന് ഇല്ല, പ്രൊവിഷൻ ഇല്ല. മത്തായി 5:37 നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പൊ ഈ ഡിപ്ലോമാറ്റിക് സൈലൻസുകാരെപ്പം ശ്രദ്ധിക്കണം. അത് ദൈവത്തിൽ നിന്നല്ല ഡിപ്ലോമാറ്റിക് സൈലൻസ് വരണത്, ദുഷ്ടനിൽ നിന്നാണ്. എൻ്റെ മക്കളെ, ഞാനെന്ത് ഇങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഇത് ഉട്ടോപ്യനാണെന്ന് നിങ്ങൾക്കറിയാം. എന്നുവെച്ചാൽ ഉട്ടോപ്യൻ വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികതയുടെ നിലം തൊടാത്ത സ്ഥലത്ത് മാത്രമേ ഇത് പാലിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. കാര്യം ഉടമ്പടിയുടെ ഓരോ പടികൾ ചെല്ലുന്തോറും മനുഷ്യന്മാർ ദൈവമായിട്ടുള്ള റിലേഷൻസ് വളരെ കലർപ്പില്ലാത്ത റിലേഷൻസൊക്കെ വരുന്നു. നിങ്ങൾക്ക് താഴെക്കിടെയുള്ള എല്ലാവർക്കും, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഇതിലേക്ക് വരാൻ നമുക്ക് വേറെ നമുക്ക് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വാതിലേ ഉള്ളൂ. അതാണ് വിഷയം. പുറകോട്ട് പോകാനാണെങ്കിൽ പല വാതിലുണ്ട്. ദൈവത്തിൽ നിന്ന് നമുക്ക് അകന്നു പോകാനാണെങ്കിൽ ഒരു 9 വാതിൽ വരും. ദൈവത്തെങ്കിലേക്ക് പോകാനാണെങ്കിൽ ഒരു വാതിലേ ഉള്ളൂ. അത് കർത്താവ് പറഞ്ഞത് അത് ഇടുങ്ങിയത് കാണാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഞെരുക്കം സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിക്കാതെ സത്യത്തിലേക്ക് കൂടി ജീവിക്കാൻ പാടായിരിക്കും. പക്ഷേ ഇത് അത്രയ്ക്ക് പാടില്ലെന്ന് ഈശോ പറഞ്ഞത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ പോയ വഴികളേക്കാൾ മോശമായ വഴികളിലൂടെ നിങ്ങൾ പോകും. കർത്താവ് പോയ വഴികളേക്കാൾ മോശമായ വഴികളിലൂടെയാണ് സ്റ്റീഫനൊക്കെ പോയത്. എസ്തപ്പാനോസില്ലേ, അയാളെ പച്ചക്ക് പിടിച്ച് കലറിയല്ല ഞാൻ. അയാളാണെങ്കിൽ കർത്താവുമായിട്ട് ശിഷ്യന്മാരെ പോലെ അത്രയ്ക്ക് നടന്ന് പരിചയമുള്ള ആളല്ല. പക്ഷേ ഔട്ട്പുട്ട് ഭയങ്കരമാണ്. അപ്പോസ്തലന്മാരെക്കാൾ പിടിച്ചപ്പോൾ അപ്പോസ്തലന്മാർ ഓടിക്കളഞ്ഞില്ലേ, പക്ഷെ സ്റ്റീഫൻ ഓടിയില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റീഫൻ്റെ കല്ലറയിൽ പോയി കണ്ണീരിട്ട് ശരിക്കും റോമിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ. സ്റ്റീഫൻ ഓടാത്തൊരു ആളാണ്, അയാൾ ഡീക്കനാണ്. എല്ലാവരും ഓടിക്കളഞ്ഞപ്പോഴും ഓടാത്തൊരു സ്റ്റീഫൻ ഉണ്ടല്ലോ. അപ്പോസ്തലന്മാർക്ക് ശേഷവും സഭ നിലനിൽക്കുമെന്നുള്ളത് നമ്മളോട് പഠിപ്പിക്കണത് അപ്പോസ്തലന്മാരല്ല, ആ രഹസ്യങ്ങൾ നിങ്ങൾ എൻ്റെ മക്കൾ അഭിമാനം കൊള്ളാമെന്ന് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. കാര്യം പൗലോസാണല്ലോ സ്റ്റീഫൻ്റെ സ്പോൺസർ. സ്റ്റീഫൻ്റെ ഈ നിലപാട് കണ്ടത് സൗളല്ലേ. അയാൾ സ്റ്റീഫനെ കണ്ടിച്ചാണ് പറയണത് നമ്മുടെ മതത്തിൻ്റെ രഹസ്യങ്ങൾ മനോഹരമാണ്. അത് സ്റ്റീഫനാണല്ലോ എൻ്റെ മതത്തിൻ്റെ രഹസ്യം. തിമോത്തി 3:16 നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു. എങ്ങനെ പ്രഖ്യാപിച്ചതാണിത്? സ്റ്റീഫനെ കണ്ടിട്ട് പ്രഖ്യാപിച്ചതാണ്. സ്റ്റീഫനെ കണ്ടല്ലേ ഇങ്ങനെ മറിയണത്. ശരിക്കും ഒരു പക്കാ കൊലപാതകി മറിഞ്ഞ് സാവൂള് സെൻറ്റ് പോളായിട്ട് മാറുന്ന ഒരു കറക്കമുണ്ട്. ആ സ്റ്റീഫൻ കറക്കി കളഞ്ഞ മനുഷ്യനെ. അതാണ് സ്റ്റീഫൻ്റെ മതമാണ് ഇയാളുടെ മനസ്സിരിക്കുന്ന മതം. ഹി ഹാസ് നോട്ട് നെവർ സീൻ ജീസസ്. ഒരിക്കലും ജീസസിനെ കണ്ടിട്ടില്ല. ജീസസിനെ സ്റ്റീഫനെ കണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചെറിയൊരു പാരമ്പര്യം അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ.
പക്ഷേ സുവിശേഷ ജീവിതം, 10,000ങ്ങളുടെ സുവിശേഷ ജീവിതം കണ്ട ഒരു മനുഷ്യനാണ്. ഈ മനോഹരമാണ് മതത്തിൻ്റെ രഹസ്യമെന്ന് പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പ്രേരണയായത്. എപ്പോഴും ഓർക്കണം, ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ കഴിഞ്ഞതിലെ ദൈവത്തോട് നിങ്ങളെ അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും, നിങ്ങളുടെ പ്രയോറിറ്റി, യു മൈൻഡ് യുവർ പ്രയോറിറ്റി എന്ന് ഈശോ പറയും. എന്താ പറയുന്നത്? മൈൻഡ് ഇറ്റ്. എന്താ ഈശോ പറയണത്? എന്നെക്കാളുപരി ഭാര്യയെ ഭർത്താവിന് സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട് എന്താ പറയണത്? എനിക്ക് ആവശ്യമില്ലെന്ന രീതിയിൽ സംസാരിക്കണം. എന്താ കാര്യം? ഈശോന് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നീ ഭാര്യയെ സ്നേഹിക്കുന്നതുകൊണ്ട്, ഭർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈശോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിനക്ക് മനുഷ്യന് നീ പ്രാധാന്യം കൊടുത്താൽ ദൈവത്തിൻ്റെ കൃപ നിനക്ക് ഉള്ള കൃപ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീ മാറും. അല്ല, ദൈവം കൃപ തരത്തില്ലെന്നല്ല പറയണത്, തന്ന കൃപ അനുഭവിക്കാൻ പറ്റാത്ത വരും. അനുഗ്രഹത്തിനല്ല പഞ്ഞം, അനുഗ്രഹത്തിന് ഞാൻ എപ്പോഴും പറയും നിങ്ങളോട്, അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രോബ്ലം. യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തും കിട്ടുന്നതും കിട്ടാത്തതല്ല പ്രശ്നം. അത് പഠിച്ചവനും കിട്ടും, പ്രാർത്ഥിക്കുന്നവനും കിട്ടും, പ്രാർത്ഥിക്കാത്തവനും കിട്ടും അനുഗ്രഹം. പക്ഷേ അനുഗ്രഹം കിട്ടുന്നതല്ല പ്രശ്നം. അതല്ലേ നിരീശ്വരന്മാർക്ക് അനുഗ്രഹങ്ങൾ കിട്ടണില്ലേ? ഭൗതികമായ ആനുകൂല്യം കിട്ടണില്ലേ? അവർ പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ ആ ഉദ്യോഗത്തിന് കയറ്റം മേടിക്കണത്. അവർക്ക് പ്രാർത്ഥിച്ചിട്ടാണ് അവർ PSC ടെസ്റ്റ് പാസ്സാകണത്, IIM-ലൊക്കെ പോകണത്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ആദ്യമേ തന്നെയുള്ള ജനറ്റിക് ബ്ലെസ്സിങ്സാണ്. സന്താന പുറ്റുള്ളവരെ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന ബേസിക് ബ്ലെസ്സിങ്സാണ്. ആ ബ്ലെസ്സിങ്സാണ് എല്ലാവർക്കും കിട്ടണത്. അത് പ്രാർത്ഥിക്കാതെയും കിട്ടും. പക്ഷെ അതല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? പ്രാർത്ഥിച്ച് കിട്ടുമ്പോൾ അത് നമ്മൾ അനുഭവിക്കണ്ടേ? എന്നാണ് പ്രശ്നം. അനുഗ്രഹത്തിന് എന്താ പഞ്ഞം? അത് ആദ്യമേ കൊടുത്തിട്ടുണ്ട് ദൈവം. അത് നിരീശ്വരവാദി കൊടുത്തിട്ടുണ്ട്. വേണ്ട, ദുഷ്ടന്മാർക്ക് കൊടുത്തും കിടന്ന 5:45 മത്തായി സുവിശേഷം എന്താ പറയുക? 5:45 എന്താ പറയണത്? ദുഷ്ടൻ്റെ മേൽ മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേൽ വെയിലുദിപ്പിക്കും. പിന്നെ എന്താ പ്രശ്നം? വെയിലും മഴയൊക്കെ കിട്ടുമല്ലോ, അനുഗ്രഹം കിട്ടുമല്ലോ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കാനുള്ള യോഗ്യത അത് ദൈവത്തിൽ നിന്നാണ്. അതാണ് വിശ്വാസിക്കുണ്ടാകുന്ന വ്യത്യാസം. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയും. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ അതിന് ക്രിസ്തുവിനെ കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് ഈ അനുഭവിക്കാനുള്ള യോഗ്യത വരുന്നത്. അതുകൊണ്ട് അമ്മ എന്താ ചെയ്യണത്? വീഞ്ഞ് ഉണ്ടാക്കുക തന്നെയല്ല, വീഞ്ഞ് എൻ്റെ ആ ഒരു വിഷയത്തിലേക്ക് യേശുവിനെ അമ്മ ലിങ്ക് ചെയ്യേൻ നിൻ്റെ ജീവിതത്തിലേക്ക്. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ഉടമ്പടി കക്ഷിയാക്കുകയാണ്. ആ ഒരു വിഷയം ഇപ്പം നിനക്ക് ജോലിയില്ല, നിൻ്റെ PR കിട്ടണില്ല, നിൻ്റെ വീട്ടിൽ ഭർത്താവും ഭാര്യയും നിൻ്റെ മക്കളും ഭാര്യയും ഭർത്താവും പിരിയാൻ പോകുന്നു. നിൻ്റെ പ്രശ്നം അതാണ്. നിൻ്റെ വിഷയത്തിലേക്ക് എന്ത് ചെയ്യും? ഈശോ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്യും? അമ്മ ഈ വിഷയത്തിലേക്ക് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനല്ല വെക്കണത്. ഇന്നത്തെ സഭയുടെ ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾക്ക് പോലും ഭൗതികമായ പരിഹാരങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നലെ കണ്ട സഭയുടെ ഗതികേടെന്ന് പറയണത്. എന്ത് വിഷയം വന്നാലും ഭൗതികമായ, അത് ഭയങ്കര സങ്കടമാണ്. 10-40 കൊല്ലമൊക്കെ സഭയിൽ ജീവിച്ചിട്ട് ഓരോ സെമിനാറിനും ഓരോ ഇതൊക്കെ പോയി നമ്മൾ പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഭൗതിക പരിഹാരങ്ങൾക്ക് സഭയെപ്പോലും ഉപയോഗിക്കുന്ന രീതിയിൽ സാത്താൻ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു രോഗിയായാലും എത്രയോ ഒരു രോഗി അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു അപ്പച്ചൻ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഭയങ്കര സീരിയസാണ്, പ്രായമുണ്ട്. അപ്പന് ചീട്ട് കിട്ടിയിട്ടില്ല. ചീട്ട് കിട്ടാഞ്ഞത് ഓഫീസിൽ ഇവർക്ക് കൊടുക്കത്തില്ല ചീട്ട്. കാര്യം അവർ അന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്തെങ്കിലും രേഖകളൊന്നുമില്ല. മകളും ഭർത്താവും തമ്മിൽ പിരിയാൻ പോകുന്നുവെന്നാണ് മകൾ അവിടെ പറയണത്. പക്ഷെ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭർത്താവും ഭാര്യയും വന്നിട്ടുണ്ട് ഇവിടെ. പിരിയാൻ പോകുന്നവർ എങ്ങനെയാണ് വരണത്? അപ്പം അതുകൊണ്ട് അവർ ചീട്ട് കൊടുത്തില്ല. അതുകൊണ്ട് അപ്പനാണെങ്കിൽ അപ്പനറിയാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ തമ്മിലുള്ള മൈൻഡ് ശരിയല്ല. ഓഫീസിൽ ഇരിക്കുന്നവർക്ക് അതറിയാൻ ഗണിക്കാൻ പറ്റത്തില്ലല്ലോ. ഭർത്താവും ഭാര്യ ഇവിടെ പിരിയാൻ പോകുന്ന ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്.
പക്ഷെ അപ്പനെ അറിയാം ഇത് പിരിയും, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ പിരിയും, ഇത് അധികം നിൽക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് അപ്പന് ഇത് ചീട്ട് കിട്ടില്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് അപ്പൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞാനിവിടെ നല്ല തിരക്കായിരുന്നു, എങ്കിലും ഞാൻ അപ്പനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പാവപ്പെട്ടവൻ സിൻസിയറായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണത്. അപ്പം ഞാൻ ഉടനെ ഇവരെ വിളിച്ച് ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചു. പറഞ്ഞ് അവർ പിരിയാൻ പോകണച്ചാ, അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നതാണ്. അപ്പോൾ ഞാൻ ആരാണ് പിരിയാൻ പോണത്? അത് എൻ്റെ മകൾ തന്നെ അച്ഛാന്ന് പറഞ്ഞു. അപ്പനെ അറിയാം, അവനെ അറിയാൻ പറ്റില്ലെങ്കിൽ അപ്പനെ അറിയാം. അപ്പം ഞാൻ ഉടനെ മകളുണ്ടായിവിടെ എന്ന് പറഞ്ഞു. ഉടനെ അവളെ വിളിച്ച് കൈയോടെ വിളിച്ച്. അപ്പോൾ അവർ തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള സെറ്റപ്പാണ്, അത് ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് മോശമാണ്. അപ്പോൾ അവൾക്കിത് പിരിഞ്ഞാലും ഒരു പ്രശ്നമില്ലെന്ന് എന്തൊക്കെയാണ് അവിടെ തലയിരിക്കണമെന്ന് തോന്നുന്നത്. ഞാൻ അവരെ വിളിച്ചിട്ടേ അധികമൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ നോക്കി, കാര്യം നമുക്കത് പറയാനുള്ള ജ്ഞാനം വേണ്ടേ. അപ്പം അമ്മ ഞാനല്ലല്ലോ സംസാരിക്കണം, ഞാൻ ചാടിക്കറി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഈ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും ദൈവികമായ കൗൺസിലിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മറ്റത് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. ഓരോരോ സംഭവത്തിനും ഓരോരോ മരുന്നെന്ന് പറഞ്ഞവർ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ഏൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം ഇവിടെ അപ്ലിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഈ കേസ് അതായിരിക്കത്തില്ല, അതാണ് വിഷയം. പക്ഷേ ദൈവത്തിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷനുണ്ട്, മനുഷ്യന്മാരുടെ ശാസ്ത്രത്തിന് അപ്ഡേഷൻ ഇല്ലല്ലോ. ജില്ലയിലെ മാളയിൽ നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. കഴിഞ്ഞ വർഷമാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷെ അതിനു മുമ്പ് അമ്മ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തായിരുന്നു. എൻ്റെ ചേട്ടനാണെങ്കിൽ 2014 ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കാലിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലിക്കൊന്നും പോവാതെ വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ആ ഒരു സങ്കടത്തിലാണ് അമ്മ ഇവിടെ വന്ന് ജപമാലയിൽ പങ്കെടുത്തു. അവൻ എങ്ങനെയും ഒന്ന് പുറത്തിറങ്ങണം എന്നായിരുന്നു അമ്മോട് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേട്ടൻ ജോലിക്ക് ഇറങ്ങി. ഇപ്പോഴും അവൻ ജോലിക്ക് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കാലിൽ കമ്പി ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടില്ലാതെ ജോലിക്ക് പോകുന്നുണ്ട്. രണ്ടാമത്തതായി അമ്മ ഇവിടെ എല്ലാവരും സാക്ഷ്യം കേട്ടപ്പോൾ മകളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ കല്യാണം കഴിയാനായിട്ടും ഞങ്ങളുടെയിലാണെങ്കിൽ സ്വത്തായിട്ടോ ഒന്നുമില്ല, സ്വർണ്ണമായിട്ടോ ഒന്നും സ്വരൂപിച്ച് വെച്ചിട്ടുമില്ല. അപ്പോൾ അമ്മ മാതാവിനോട് പറഞ്ഞു, യാതൊരു എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, എൻ്റെ മകൾക്ക് നല്ലൊരു വരനെ ഞാൻ എങ്ങനെ കണ്ടെത്തും, അങ്ങനെ ഒരു സങ്കടത്തോടെയാണ് അമ്മ അന്ന് പോയത്. ആ ആഴ്ചയിൽ തന്നെ എനിക്ക് നല്ലൊരു ആലോചന വന്നു. അപ്പം ആലോചന കഴിഞ്ഞ് വിവാഹം വേഗം നടത്താമെന്ന് പറഞ്ഞപ്പോൾ സ്വർണം വേണ്ടാന്ന് അവർ പറഞ്ഞു. എന്നാലും നമ്മുടേതായ എന്തെങ്കിലും കൊടുക്കണം നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിൽ കടബാധ്യത ഒരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ കല്യാണം നടന്നു. അതിൻ്റെ ഇതിൽ ആധാരം പണയം വെക്കേണ്ടി വന്നായിരുന്നു. ഇതുവരെയുള്ള ആധാരം പണയം വെച്ചതിൽ പൈസ കൊടുക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാൻ പറ്റാണ്ടായിട്ട്. അപ്പോൾ അമ്മ ഇവിടെ വീണ്ടും വന്ന് കരഞ്ഞു പറഞ്ഞു, സൊസൈറ്റിയിൽ പൈസ അടച്ചിട്ടില്ല, അത് ഇനി എന്താവോ, അത് ജപ്തിയാവോ എന്നൊരു സങ്കടത്തിൽ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ച ആകുമ്പോഴേക്കും പോൾ എന്ന ഒരു ചേട്ടൻ വഴി അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു. അതായത് ഇതുവരെയുള്ള എല്ലാ പൈസ അടച്ചു തീർക്കാനായിട്ട് അതുവഴി സാധിച്ചു. പിന്നെ ഞാൻ പോസ്റ്റ് BSc ബാംഗ്ലൂർ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഫീസ് അടയ്ക്കാനായിട്ടും അതേപോലെ പരീക്ഷയും ഭയങ്കര ടഫൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാം നല്ല രീതിയിൽ എഴുതാനും അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ നല്ല രീതിയിൽ പാസ്സാവുകയും ചെയ്തു. എൻ്റെ പേര് സിസിലി. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. 2019 മെയ് 24-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മോളെ IELTSന് 3 മാസത്തെ കോഴ്സിന് ചേർന്നു. പരീക്ഷ എഴുതാൻ പോയപ്പോൾ കാശ് രൂപയൊക്കെ ആയിട്ട് പോയി. 1.5 മാസം കൊണ്ടാണ് കോഴ്സ് എഴുതിയത്. നല്ല സ്കോറോടുകൂടി പാസ്സാവുകയും ചെയ്തു. പിന്നീട് 2 വർഷമായിട്ട് അവൾക്ക് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. അത് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ജോലി കിട്ടി. പിന്നെ ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു കാര്യം, ഞാനും മോളും ഭർത്താവും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു അപകടം ഉണ്ടായി. വണ്ടി മുഴുവൻ തകർന്നു പോയെങ്കിലും ഞങ്ങൾക്കൊരു അപകടം ഉണ്ടായില്ല. ഉടമ്പടി കാശുരും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വണ്ടിയിലിരുന്നത്. അങ്ങനെ ഞങ്ങൾ മാതാവ് ഭയങ്കര ഒരു അത്ഭുതകരമായി ഞങ്ങൾ രക്ഷിച്ചു. പിന്നെ പൂർത്തിയാകാതെ 10 വർഷത്തോളമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഞങ്ങളുടെ വീടിൻ്റെ പണി മുഴുവൻ പൂർത്തിയാകണമെന്ന്. അത് ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു. നല്ലൊരു വീട് പണിയാനും
നന്നായിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും 100,000 നന്ദി. എൻ്റെ പേര് ആശ. ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, ശാന്തയാണ് പേര്. ഞങ്ങൾ നേറ്റിങ്കര വലിയുള്ള ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഭർത്താവിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അവർ 2021 ഏപ്രിൽ 12 ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദിവ്യകാരുണ്യ സ്വീകരണം. ഈശോയെ സ്വീകരിക്കുന്നത് എന്നും അന്ന് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ വന്ന് പറയുമായിരുന്നു, നിങ്ങളെല്ലാവരും ഈശോയെ സ്വീകരിക്കണമല്ലോ, എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടം പറയുമായിരുന്നു. അപ്പോഴത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെയാണ് സങ്കടം വരുന്നത്. അപ്പോൾ ഞാൻ പറയായിരുന്നു, എന്നെങ്കിലും അമ്മയ്ക്ക് ഇത് ആഗ്രഹം സാധിക്കുമെന്ന്. അങ്ങനെ ഡിസംബർ 4 കഴിഞ്ഞ വർഷം ഡിസംബർ 4 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ബ്രദർ ചോദിച്ചായിരുന്നു എത്ര മാസമായി കുമ്പസാരിച്ചിട്ടെന്ന്. അമ്മ പറഞ്ഞു കുമ്പസാരിച്ചിട്ടില്ല, ജ്ഞാനസ്നാനം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ ബ്രദർ പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് മെഴുകുതിരിയൊന്നും തരാൻ പറ്റത്തില്ല, എങ്കിൽ വേറെ പുസ്തകം വാങ്ങിച്ച് സൈൻ ചെയ്ത് ഇട്ട് വേണം വരാനെന്നൊക്കെ പറഞ്ഞു. അമ്മ വന്ന് എൻ്റെ അടുത്ത് ഭയങ്കര സങ്കടം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇതൊരു വഴിത്തിരിവായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ BCC ലീഡറുമായിട്ട് അന്ന് വൈകുന്നേരം ചെന്ന് സംസാരിച്ചു. അപ്പോൾ BCC ലീഡർ തന്നെ പറഞ്ഞു നമുക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ അച്ഛനടുത്ത് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ജ്ഞാനസ്നാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അപ്പോൾ ഇവർ 34 വർഷമായി ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റൊക്കെ 34 വർഷമായി ജ്ഞാനസ്നാനം എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് അവരുടെ CSA പള്ളിയിൽ ചെന്ന് ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും മോളെ ഒരാഴ്ചത്തെ ക്ലാസ്സിന് നിങ്ങൾ പോകണം, ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യ കുർബാന സ്വീകരണം തരാമെന്ന്. അങ്ങനെ ആ മാസം തന്നെ അവസാനത്തെ ഒരാഴ്ച ചെന്ന് അമ്മ ചെന്ന് ആദ്യ കുർബാന ക്ലാസ്സിൽ പങ്കെടുക്കുകയും 26 ജനുവരി 26 അമ്മയ്ക്ക് ഈശോയെ സ്വീകരിക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ സാധിച്ചു തന്നതെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ തന്നെ ഒരു സമാധാനമൊക്കെ ഇല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇവിടുത്തെ ശുശ്രൂഷയിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ എഴുതിയിടുമായിരുന്നു അവൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട സമയത്ത് അന്നേപ്പം പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ അവളുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി. ഇപ്പം നല്ലൊരു കുടുംബമായിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ അവരുടെ വീട്ടിൽ നാത്തൂനുമായിരുന്നാലും അവളുടെ മക്കൾക്കായിരുന്നാലും ഒക്കെ എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴും അമ്മ തന്നെ വീട്ടിൽ വരുമ്പോൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊടുത്ത് ഇപ്പോൾ ആ പിള്ളേർക്ക് അങ്ങനെ അടിക്കടിയുള്ള ഒരു അസുഖവും വരത്തില്ലായിരുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ സഹോദരൻ്റെ മകൻ്റെ മകന് അത് പെട്ടെന്നൊരു ദിവസം പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു, നൈറ്റ് ക്ലാസ്സിന് വന്ന സമയമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് നൈറ്റ് ക്ലാസ്സാണ്, രാത്രിയാണ് 10, 11, 12 മണിയൊക്കെ ആവും ചിലപ്പോൾ വരുമ്പോൾ. അപ്പോൾ ഈ കുഞ്ഞ് ഒരു ദിവസം രാത്രി കൂട്ടുകാരനായിട്ട് വന്ന് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ കുഞ്ഞാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട് പിന്നീട് അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ രാത്രിയിൽ പോയപ്പോൾ പെട്ടെന്നൊരു ഭയമായിരുന്നു. അങ്ങനെ ആരോടും മിണ്ടത്തില്ലായിരുന്നു, ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ സംഭവമായിരുന്നു. അപ്പോൾ 2 ആഴ്ച ഇതേ തുടർന്ന് അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും എന്നിട്ട് ആ ചേച്ചി വിളിച്ച് പറഞ്ഞു കുഞ്ഞമ്മ ഇതുപോലെ സുഖമില്ല, കുഞ്ഞിന് പ്രാർത്ഥിക്കണമെന്നൊക്കെ. അപ്പോഴമ്മ പറഞ്ഞു നിങ്ങൾ എന്നാണ് വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന്. അപ്പോഴവൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഡേറ്റും ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഞാനും അമ്മയും കൂടെ തന്നെയാണ് വീട്ടിൽ പോയി ജപമാല പറയുകയും അമ്മ ഉടമ്പടി തൈലവും ഇട്ട് കൊടുക്കുകയും ഉപ്പ് അവനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ പ്രാർത്ഥിച്ചിട്ട് അവനെ കുളിപ്പിക്കുകയും ചെയ്തു.
ചെയ്തു. അങ്ങനെ പിന്നെ അവന് പിന്നെ കുറേയൊക്കെ സുഖമായിട്ട് അപ്പോഴേ അമ്മ പറഞ്ഞു, കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നീ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. കുഞ്ഞമ്മ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കഴിഞ്ഞ മാസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോഴാ കുഞ്ഞിന് പൂർണ്ണമായിട്ടും സുഖം കിട്ടി. ഇപ്പോഴും നല്ല പയ്യനായിട്ടാണ് അവന് നടക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു 2 പയ്യന്മാർക്ക്, എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സുകളായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സനൽ എന്ന് പറയുന്ന ചേട്ടന് 40 വയസ്സും പ്രജീഷ് എന്ന് പറയുന്ന ചേട്ടന് 35 വയസ്സുമായിരുന്നു.